വാർത്താ സമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് വൈകിയതിലെ അസഭ്യ പ്രയോഗം വാർത്തയായതിനു പിന്നാലെ വിശദീകരണവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. VD സതീശനുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും സതീശനെ മോശമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. എന്തും തുറന്നു പറയുന്ന ആളാണ് താൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. സതീശനും താനും ജ്യേഷ്ഠാനുജന്മാരാണെന്നും കെ സുധാകരൻ പറഞ്ഞു. ഇരു നേതാക്കളും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് പ്രശ്നങ്ങളില്ലെന്ന് പറയണമെന്ന ആവശ്യം സതീശൻ അംഗീകരിച്ചില്ല. കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് എന്നതിലേക്കാണ് ആദ്യം. പ്രതിപക്ഷ നേതാവിന് ചേർന്ന് ഞാനെന്തിന് ദേഷ്യപ്പെടണം? ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. ഞാനെന്തിന് അതിന് ക്ഷുഭിതനാവണം? ദീപ്തിയോട് ചോദിച്ചു എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചതെന്ന് ചോദിച്ചു. 10 മണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സമയം ഒരു 10:45 മറ്റായില്ലേ? 10:45 മറ്റേ. അപ്പം ഞാൻ പറഞ്ഞു മണി ഇത്രയായോ, മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു. അത് പറഞ്ഞു. ആലപ്പുഴ DCCയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു, YMCAയുടെ ചടങ്ങ്. അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയത് കൊണ്ടാണ് ഏറെ വൈകിട്ടൊന്നുമില്ല. അദ്ദേഹം ടൈം 15 കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുള്ളി വരുവാൻ ചെയ്തിരുന്നു. നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ എത്താൻ വൈകിയതാണ് കെ സുധാകരനെ ചൊടിപ്പിച്ചത്. കെ സുധാകരൻ നടത്തിയ പരാമർശത്തിലേക്ക് ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളൂ പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. കെ സുധാകരന്റെ നീരസം പ്രകടിപ്പിക്കലിന് പിന്നാലെ VD സതീശൻ രാജ്യഭീഷണി മുഴക്കിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് VD സതീശനെ അനുനയിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിനെയും സമരാഗ്നി പ്രക്ഷോഭ പരിപാടിയെയും ബാധിക്കുമെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. കെ സുധാകരന്റെ പ്രതികരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പിന്നീട് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് KPCC പ്രസിഡന്റ് തന്നോട് നീരസം പ്രകടിപ്പിച്ചത്. വലിയ വാർത്തയാക്കാനുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ജ്യേഷ്ഠാനുജ ബന്ധമാണുള്ളത്. കാത്തിരുന്ന് കാണാതിരുന്നാൽ അസ്വസ്ഥതയുണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ഒരാളാണ്. അപ്പോൾ ഇവനെ ഇവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കയറി, ഞാനിപ്പോൾ എത്തിയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത വരില്ലേ ആളെ കാണാതെ? അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. നിങ്ങളിത് വലിയ വാർത്തയാക്കി അതിന് നിങ്ങൾ എന്തൊക്കെ വാർത്തയാക്കി? ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ടു. പിന്നെ എല്ലാവർക്കും താക്കീത് നൽകി. സമ്മതിച്ചേ രാജി ഇതിന് അവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ്. നമ്മളാണ് ചിലപ്പോൾ ശ്രദ്ധിക്കും മൈക്കുള്ളതുകൊണ്ട്. അത് ഇവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ തമാശല്ലേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഇതിനു മുൻപ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെയൊക്കെ വിജയ ശോഭയിൽ നിൽക്കുമ്പോൾ ആ ശോഭ മുഴുവൻ കെടുത്തിക്കളയുന്ന തരത്തിലേക്ക് ഇരുവരും തമ്മിൽ നടന്നത് മൈക്കിന് മുന്നിൽ ജനം മുഴുവൻ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഇതാ വീണ്ടും അതും മൈക്കും ക്യാമറയും ഓണാണ് എന്ന് നേതാക്കൾക്ക് ഒരിക്കൽ കൂടി KPCC അധ്യക്ഷനെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയത് എങ്ങനെയാണ്? അനുജ, ഇരുവരും കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുമ്പോഴും ഉണ്ടായ പ്രശ്നം അത് ഗുരുതരം തന്നെയാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പുതുപ്പള്ളിയിൽ അനുജ സൂചിപ്പിച്ചതുപോലെ അവിടെയും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ശോഭയും കെടുത്തുന്ന രീതിയിലായിരുന്നു പിന്നീട് ആ വിജയപ്രഖ്യാപനം നടത്താൻ കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലുണ്ടായ വാഗ്വാദങ്ങൾ അത് മാധ്യമങ്ങളുടെ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. 10 മണിക്ക് പത്രസമ്മേളനം വിളിച്ചു ചേർത്തു. അരമണിക്കൂറോളം വൈകിയാണ് എല്ലാവരും എത്തിയത്. അതായത് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ എത്തിയത്. ആദ്യം 10:30 വന്ന ശേഷം കെ സുധാകരൻ മാധ്യമങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചു, അതായത് താമസത്തിനെ തുടർന്ന്. പിന്നീട് 5 മിനിറ്റുകൾക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വേദിയിലേക്ക് വാർത്താ സമ്മേളനത്തിൽ എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് ആയിട്ടും VD സതീശൻ എത്തിയില്ല. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന DCC പ്രസിഡന്റ് ബാബു പ്രസാദിനോട് അദ്ദേഹം ഇങ്ങനെ കാര്യം പറഞ്ഞത്, തൻ്റെ നീരസം പുറത്ത് കാണിച്ചത്. ഒപ്പം ആ സമയത്ത് തന്നെയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമുൽ ഉസ്മാനും ബാബു പ്രസാദും മാധ്യമങ്ങൾ കാണും, അത് മൈക്കും വീഡിയോയും ഓണാണ്, ക്യാമറയും ഓണാണെന്നുള്ള കാര്യം മുന്നറിയിപ്പ് അദ്ദേഹത്തിന് നൽകിയത്. പിന്നീട് ഈ വിഷയം ആളിക്കത്തി സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ഈ സുധാകരൻ്റെ പരാമർശം വലിയ രീതിയിൽ വൈറലായി. അതിൻ്റെ പിന്നാലെയാണ് രണ്ടുപേരും ചേർന്ന് അതിനുശേഷം പിന്നീട് സുധാകരൻ ഈ സമരാഗ്നി നടക്കുന്ന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് അനുനയിപ്പിച്ചാണ് അദ്ദേഹത്തിനെ വീണ്ടും കൊണ്ടുവന്നത്. പിന്നീട് ഇരുവരും ഒരു ഹോട്ടലിലേക്ക് എത്തി. പക്ഷേ പരസ്പരം സംസാരിക്കാൻ ഒരേ ഹോട്ടലിൽ എത്തിയിട്ടും പരസ്പരം സംസാരിക്കാൻ ഇരുവരും തയ്യാറായില്ല.
തനിക്കുണ്ടായ ക്ഷീണം, തനിക്കുണ്ടായ നാണക്കേട്, അതൃപ്തിയൊക്കെ തന്നെ വി.ഡി. സതീശൻ ഹൈക്കമാൻഡ്, അതായത് AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാലിനെ അദ്ദേഹം തൻ്റെ നീരസം, തനിക്കുണ്ടായ നാണക്കേട് വി.ഡി. സതീശൻ അറിയിച്ചു. വേണമെങ്കിൽ താൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാമെന്നുള്ള രാജ്യസന്നദ്ധത അടക്കം അറിയിച്ചു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്, ഈ സമരാഗ്നിയുടെ ക്ഷോഭ അടക്കം മങ്ങുന്ന നടപടി ഉണ്ടാകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. സതീശൻ്റെ പരാതിയിൽ ഹൈക്കമാൻഡ് ഇടപെടാം, പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടി പത്രസമ്മേളനം നടത്തണം. വി.ഡി. സതീശനും സുധാകരനും ചേർന്ന് ഒരുമിച്ച് തന്നെ പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കണം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലും വി.ഡി. സതീശൻ ഒന്നിച്ച് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. വി.ഡി. സതീശൻ രണ്ടാമതാണ് കണ്ടത്, ആദ്യം സുധാകരനാണ് കണ്ടത്. പക്ഷേ രണ്ടുപേരുടെ പ്രതികരണങ്ങളിലും രണ്ടുപേരും ഈ സംഭവത്തെ വളരെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞു. ജ്യേഷ്ഠ സഹോദരങ്ങളെ പോലെയാണ് തങ്ങൾ കാണുന്നത്, മാധ്യമങ്ങളാണ് ഈ വാർത്ത വളച്ചൊടിച്ചത്, മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് വൈകി എത്തിയതിനെ തുടർന്ന് താൻ ഈ രീതിയിലൊരു പരാമർശം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ സുധാകരൻ പറഞ്ഞു. പിന്നീടും അതേ കാര്യം തന്നെ സുധാകരേട്ടൻ എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയായിരുന്നു വി.ഡി. സതീശൻ തൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം നടത്തിയത്. അതിലും വി.ഡി. സതീശൻ ഇത് കാത്തിരുന്നും അടുത്തൊരാൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ നടപടിയാണ്, അത്തരത്തിലുള്ളൊരു പദപ്രയോഗമാണ്, അത് ഞാനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ് എന്ന രീതിയിൽ നിസ്സാരവൽക്കരിച്ചു. പക്ഷേ ഈ വിഷയം ബന്ധപ്പെട്ട് വി.ഡി. സതീശന് വലിയ പ്രതിഷേധമുണ്ട്. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇരുവരുമായി തന്നെ സംസാരിക്കും. എന്താണെങ്കിലും രണ്ട് നേതാക്കളും സമരാഗ്നി ആലപ്പുഴ ജില്ലയിൽ 2 ദിവസം പൂർത്തിയായി, രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇനി അടുത്ത വേദി അത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട തിരുവല്ലയിലേക്ക് രണ്ടുപേരും യാത്രയായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലയിലടക്കം, അതായത് നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDF നഷ്ടപ്പെട്ടപ്പോൾ, UDF ലഭിച്ചപ്പോൾ 1 സീറ്റ് മാത്രം നഷ്ടപ്പെട്ട മണ്ഡലമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ താഴെ തട്ടിലടക്കമുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള എല്ലാ ചർച്ചകളും രാവിലെ തൊട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. KC വേണുഗോപാലും വി.ഡി. സതീശനും സുധാകരനും ഒക്കെ തന്നെ ചേർന്ന് രാവിലെ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ, സംസ്ഥാനത്തെ ഒട്ടാകെ സ്ഥാനാർത്ഥി നിർണ്ണയം, ഒപ്പം തന്നെ നാളെ ചേരുന്ന ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച നടത്തി. പക്ഷേ പിന്നാലെ ഉണ്ടായ സംഭവങ്ങൾ, അത് പുതുപ്പള്ളിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് വലിയ നാണക്കേട് ഉണ്ടാക്കിയെന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി പറയുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നു. ഒപ്പം മാധ്യമങ്ങൾ ഇതിൽ നൽകുന്ന വാർത്തകളെ അദ്ദേഹം പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്നു. ഹൈക്കമാൻഡ് ഇടപെട്ടു എന്നുള്ള വാർത്തയടക്കം. യഥാർത്ഥത്തിൽ ഇതിൽ വളരെ ഗൗരവത്തോടെ തന്നെ നേതൃത്വം ഈ വിഷയത്തെ കാണുന്നുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്കൊക്കെ പോകുന്നു. യാത്ര നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ തീർച്ചയായും ഉണ്ടാക്കുന്നത് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രത്തോളം ഗൗരവത്തിൽ നേതൃത്വം കണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനീഷ്, അനുജ, ഇരുവരും തമ്മിലുള്ള യോജിപ്പില്ലായ്മ ഇല്ലാതാക്കാൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സംഘടന ശക്തമാക്കുക, ഇതിനോട് അനുബന്ധിച്ചാണ് സമരാഗ്നിയിൽ 3 നേതാക്കൾ, KC വേണുഗോപാലിനൊപ്പം 2 നേതാക്കളെയും, അതായത് സുധാകരനെയും വി.ഡി. സതീശനെ ഒരുമിച്ച് തന്നെ സമരാഗ്നിയിൽ ഉടനീളം ഇവരെ പങ്കെടുപ്പിക്കുന്നത്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് വരുത്താനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുമാണ്. പക്ഷേ ഉടനീളം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അത് പരസ്യമായി അത് മറനീക്കി പുറത്തു വരികയാണ്. എന്താണെങ്കിലും 10 മണിക്ക് പത്രസമ്മേളനം വെൽക്കുന്നു. ആ സമയത്ത് വി.ഡി. സതീശൻ താമസിച്ചെത്തുന്നു. പരസ്യമായി തൻ്റെ നീരസം സഹപ്രവർത്തകരുടെ, സംഘടനയിലുള്ള ആളുകളോട്, DCC അധ്യക്ഷനോട് പറയുന്നു. അതിൽ അസഭ്യവർഷം, അതായത് തൻ്റെ നീരസത്തിൽ താൻ അസഭ്യമായുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അത് മറ്റ് പ്രവർത്തകർ ചേർന്ന് തടയുന്നു. ആ രീതിയിൽ പരസ്യമായി തന്നെ സുധാകരൻ വി.ഡി. സതീശനുള്ള എതിർപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ വി.ഡി. സതീശനും സുധാകരനെ ഗൗനിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പത്രസമ്മേളനം കാണുമ്പോൾ പത്രസമ്മേളനത്തിൻ്റെ അവസാനം വി.ഡി. സതീശനാണ് അത് അവസാനം നറേറ്റ് ചെയ്ത് അവസാനം കൺക്ലൂഷനിലേക്ക് എത്തി. പിന്നീട് ആ പത്രസമ്മേളനത്തിൽ സുധാകരനുമായി ഇരിക്കുമ്പോഴും പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത് വി.ഡി. സതീശൻ ഒറ്റയ്ക്ക് താൻ സതീശന് എഴുന്നേറ്റ് നിന്ന് പത്രസമ്മേളനം അവസാനിപ്പിച്ചു എന്ന് പറയുകയാണ്. എന്നാൽ എങ്കിൽ സുധാകരൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യം പോലും അദ്ദേഹം ചോദിക്കുന്നു. അത്തരത്തിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും അറിയുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യം പരസ്യപ്പെടുത്തുന്നു. ഇതിൽ ഹൈക്കമാൻഡ് കൃത്യമായി ഇടപെടുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ തൻ്റെ പ്രതിഷേധം എന്താണെങ്കിലും ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനമെന്നാണ് നേരത്തെ പറഞ്ഞത്. അതായത് സുധാകരന് താനുമായുള്ള പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താൻ മാറി നിൽക്കാമെന്നുള്ള ഒരു കാര്യം വി.ഡി. സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ KC വേണുഗോപാൽ അതിനുള്ള താക്കീത് നൽകിയിട്ടുണ്ട്. അത് വേണ്ട, പക്ഷേ ഇടപെടാം. ഈ വിഷയത്തിൽ സുധാകരൻ ഇങ്ങനെ പരസ്യമായി പറഞ്ഞത് പാർട്ടിക്കും ഒക്കെ തന്നെ നാണക്കേടായ സംഭവമാണ്. ഈ സമരാഗ്നിയുടെ ആകെ ശോഭം തന്നെ കെടുത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഇടപെടാം, പക്ഷേ
നിലവിൽ സമരാഗ്നി കഴിയട്ടെ, തെരഞ്ഞെടുപ്പിനേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഈ വിഷയത്തിൽ ഇടപെടാമെന്ന ഉറപ്പാണ് നിലവിൽ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ VD സതീശന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ജില്ലയിലേക്ക് സമരാഗ്നി പിന്നീട് തുടരുന്നത്. അതെ, സമരാഗ്നി യാത്രയ്ക്കിടെ ഉണ്ടായ ഈ സംഭവവികാസങ്ങളാണ് ഇന്നിപ്പോൾ ഏറ്റവും വലിയ വാർത്തയായി മാറിയിരിക്കുന്നത്. ഇതിൽ ഹൈക്കമാൻഡ് ഗൗരവത്തിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം.